നമസ്കാരം. പ്രധാന വാർത്തകൾ. ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ഭാഗമായി ട്രെയിനുകളിൽ പോലീസ് പരിശോധന ശക്തം. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഗോരഖ്പൂർ കൊച്ചുവേളി എക്സ്പ്രസിന്റെ ശുചിമുറിയിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 5.2 കിലോ കഞ്ചാവ് കണ്ടെത്തി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശദമായ പരിശോധന തുടരുന്നു. ഇഡിയുടെ നേതൃത്വത്തിൽ ശേഖരിക്കുന്നത് ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവർ എടുത്ത ലോണിന്റെ വിശദാംശങ്ങൾ. മാത്തൂർ മേഖലയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം വ്യാപകം. ഉത്സവാഘോഷങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം നടത്തിയത് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ. ഉപവാസ സമരം സംഘടിപ്പിച്ചത് തൃശൂർ പൂരപ്രേമി സംഘം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മാർഗനിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ഉത്സവാഘോഷ കമ്മിറ്റി. അധ്യാപകരെ തെരുവിലിറക്കേണ്ടി വന്നത് ഇടതു സർക്കാരിന്റെ ഭരണപരാജയമെന്ന് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTയുടെ നേതൃത്വത്തിൽ പാലക്കാട് DDE ഓഫീസ് മാർച്ച്. പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSPU. യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പ്രകടനവും ധർണയും. ക്ഷാമാശ്വാസം അനുവദിക്കണമെന്നും കുടിശ്ശികകൾ ലഭ്യമാക്കണമെന്നും യൂണിയൻ ഭാരവാഹികൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ വ്യാവസായിക പാർക്കിനായി കഞ്ചിക്കോട് നടപടി ആരംഭിച്ചതിന്റെ മറപറ്റി മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ പിടിമുറുക്കുന്നതായി പരാതി. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതും കൃഷി ചെയ്തുവരുന്നതുമായ വയലുകൾ മണ്ണിട്ട് നികത്തുന്നതിനെതിരെ സർക്കാർ നടപടി എടുത്തില്ലെന്ന് ആക്ഷേപം. ചാണ്ടി ഉമ്മന്റെ സാന്നിധ്യം പാലക്കാട് ഗുണം ചെയ്തെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. അവഗണന നേരിട്ടെന്ന ചാണ്ടി ഉമ്മന്റെ പരാതി പറയേണ്ടത് നേതൃത്വത്തോടെന്നും കോൺഗ്രസിലെ നേതാക്കൾ തമ്മിൽ ഭിന്നതയില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. മണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനം, അക്രമികൾക്കെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസ്. ഷൊർണൂർ RMS ഓഫീസ് ഇനി ചരിത്രം. അടച്ചുപൂട്ടിയത് റെയിൽ നഗരിയിലെ ഏറ്റവും പഴക്കമുള്ള ഓഫീസുകളിലൊന്ന്. 30 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. സ്ഥിരം ജീവനക്കാരെ തിരൂർ, കോഴിക്കോട്, പാലക്കാട് ഓഫീസുകളിലേക്ക് സ്ഥലം മാറ്റി. ക്രിസ്മസിനെ വരവേറ്റ് വിപണി സജ്ജം. ജിംഗിൾ ബെൽസ് മുഴക്കി വിപണിയിൽ നക്ഷത്ര ദീപങ്ങൾ. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കായുള്ള മുന്നൊരുക്കങ്ങളുമായി നാട്. വാർത്തകൾ വിശദമായി. തൃശൂർ വടക്കാഞ്ചേരിയിൽ ട്രെയിനിൽ നിന്നും 5.2 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. ഗോരഖ്പൂർ കൊച്ചുവേളി എക്സ്പ്രസിന്റെ ശുചിമുറിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ഭാഗമായി പാലക്കാട് RPFും വടക്കാഞ്ചേരി സർക്കിൾ പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. 5 പൊതികളിലായി ടേപ്പ് ഒട്ടിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോൾ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ CP മധു, ഓഫീസർമാരായ അർജുൻ, പ്രശോഭ്, AR സുരേഷ് എന്നിവർ ചേർന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ വിശദമായ പരിശോധനയ്ക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും കരുവന്നൂർ ബാങ്കിലെത്തി. ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവർ എടുത്ത ലോണിന്റെ വിശദാംശങ്ങളാണ് ED ശേഖരിച്ചത്. അനധികൃത വായ്പ എടുത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നീക്കം നടക്കുന്നുണ്ട്. കരുവന്നൂർ ബാങ്കിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള നിരവധി പേർക്ക് തട്ടിപ്പ് നടന്ന കാലത്ത് വായ്പ അനുവദിച്ചിരുന്നു. എടുത്ത വായ്പയ്ക്കുള്ള മൂല്യം ഭൂമിക്കില്ലെന്ന് വിവിധ ഏജൻസികൾ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ED ബാങ്കിലെത്തി പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്കിടെ തൃശൂരിൽ പ്രതിഷേധം ശക്തം. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഉപവാസ സമരവുമായി പൂരപ്രേമി സംഘം. മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം ആരംഭിച്ചു. പൂരങ്ങൾ, ഉത്സവാഘോഷങ്ങൾ സംരക്ഷിക്കുക, വെടിക്കെട്ട് നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക, കേരളീയ പാരമ്പര്യം നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസം. കഴിഞ്ഞ ദിവസം തിരുവമ്പാടി പാറമേക്കാവ് ദിവസങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ ക്ഷേത്ര കമ്മിറ്റികളുടെയും ഉത്സവാഘോഷ കമ്മിറ്റികളെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് തൃശൂരിൽ ആചാര സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക പൂരവും നടത്തിയിരുന്നു. ഇതിന് തുടർച്ചയായാണ് പൂരപ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷന് മുന്നിൽ ഉപവാസം സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഉപവാസം വൈകുന്നേരം 5 മണിക്കാണ് സമാപിച്ചത്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മാർഗനിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പൂരപ്രേമി സംഘത്തിന്റെയും ഉത്സവാഘോഷ കമ്മിറ്റികളുടെയും ഭാരവാഹികൾ ചേർന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അധ്യാപകരെ തെരുവിലിറക്കേണ്ടി വന്നത് ഇടത് സർക്കാരിന്റെ ഭരണപരാജയമെന്ന് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTയുടെ നേതൃത്വത്തിൽ നടത്തിയ പാലക്കാട് DDE ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സമരത്തെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നാളെ ഒരു തുടക്കം മാത്രമാണ്. മറ്റന്നാൾ
കെ മുരളീധരൻ വന്ന് ഉദ്ഘാടനം ചെയ്ത് 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഇവിടെ ആയിരങ്ങൾ ഇവിടെ ഉണ്ടാവും. ആയിരങ്ങളുടെ പോരാട്ടം ഈ ഗവൺമെന്റിൽ ഉണ്ടാവും. അത് മാത്രമല്ല, വീണ്ടും ഞങ്ങൾ തുടർന്ന് മണ്ഡലം ബ്ലോക്കും വീണ്ടും തിരിച്ചു. ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട് അധ്യാപകരെ ദിവസക്കൂലിക്കാരാക്കുന്ന സർക്കാർ നയം തിരുത്തുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, കുടിശ്ശികയുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും ഉടൻ അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കുക, ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക, പ്രീ പ്രൈമറി സേവന വേതന വ്യവസ്ഥകൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ DD ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ മാർച്ചിൽ KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. സുനിൽകുമാർ, ജെയിംസ് തോമസ്, G. രാജലക്ഷ്മി, PK ഹരിനാരായണൻ, നസീർ ഹുസൈൻ, K. ശ്രീജേഷ് എന്നിവർ സംസാരിച്ചു. റവന്യൂ ജില്ലാ പ്രസിഡന്റ് ഷാജി S. തെക്കേതിൽ അധ്യക്ഷത വഹിച്ചു. റവന്യൂ ജില്ലാ സെക്രട്ടറി രമേശ് പാറപ്പുറം സ്വാഗതവും ട്രഷറർ K. സുമേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSPU ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തി. ഒറ്റപ്പാലം മുനിസിപ്പൽ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം M. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 2024 ജൂലൈ മുതലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക, കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 4 ഗഡു നൽകുക, ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ 3-4 ഗഡുക്കൾ നൽകുക, കുടിശ്ശികയായ 6 DR ഗഡുക്കൾ നൽകുക, അനുവദിച്ച DR ഗഡുക്കളുടെ കുടിശ്ശിക നൽകുക, PFRDA നിയമം റദ്ദു ചെയ്ത് പഴയ പെൻഷൻ സമ്പ്രദായം തുടരുക, മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSSPU ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തിയത്. പ്രതിഷേധ ധർണയിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KT പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K. രാധാകൃഷ്ണൻ സ്വാഗതവും ബ്ലോക്ക് സെക്രട്ടറി NM നാരായണൻ നമ്പൂതിരി, സംസ്ഥാന കൗൺസിൽ അംഗം NP കോമളം, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K. രത്നമ്മ, ജോയിന്റ് സെക്രട്ടറി T. ചാമി, ബ്ലോക്ക് രക്ഷാധികാരി T. രാധാകൃഷ്ണൻ എന്നിവർ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു. ബ്ലോക്ക് ട്രഷറർ P. കൃഷ്ണൻകുട്ടി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ വ്യാവസായിക പാർക്കിനായി പുതുശ്ശേരി കഞ്ചിക്കോട് മേഖലയിൽ നടപടികൾ ആരംഭിച്ചതോടെ പുതുശ്ശേരി മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയകളും പിടിമുറുക്കി. ചുളുവിലയ്ക്ക് നെൽപ്പാടങ്ങൾ വാങ്ങിക്കൂട്ടുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ മണ്ണിട്ട് നികത്തി ചുളുവിലയ്ക്ക് കോടികൾ കൊയ്യാനാണ് നീക്കമെന്ന് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടർ K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. കേരളത്തിലെ പ്രമുഖ വ്യവസായ മേഖലയായ കഞ്ചിക്കോട് പുതുശ്ശേരി മേഖലയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ വ്യവസായ പാർക്ക് വരുന്നത്. ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ സ്ഥലമേറ്റെടുക്കൽ നടപടി അന്തിമഘട്ടത്തിലാണ്. ആയിരക്കണക്കിന് പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്നതാണ് വ്യവസായ പാർക്ക്. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ മൂല കേന്ദ്രവും കഞ്ചിക്കോട് പുതുശ്ശേരി മേഖലയാണ്. വ്യവസായ പദ്ധതികൾ യാഥാർത്ഥ്യമാവുന്നതോടെ വീട് വയ്ക്കാൻ ആവശ്യക്കാരേറെ ഉണ്ടാവുമെന്ന മുൻകാഴ്ചയിലാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ വയലുകൾ വാങ്ങിക്കൂട്ടി മണ്ണിട്ട് നികത്തുന്നത്. രാഷ്ട്രീയ ഉദ്യോഗ ഉന്നത തലങ്ങളിൽ സ്വാധീനമുള്ള മാഫിയകൾക്കെതിരെ പഞ്ചായത്ത് വില്ലേജ് അധികൃതർ ചെറുവിരൽ അനക്കുന്നില്ല. 2008 നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിച്ച് വയൽ നികത്തൽ മാത്രമല്ല പുഴക്കയറ്റവും കുളം നികത്തലും തകൃതിയായി നടക്കുന്നുണ്ട്. ജനകീയ ആവശ്യങ്ങളെ അവഗണിച്ച് റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയാണ് റോഡും പാലവും തദ്ദേശ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതെന്ന പരാതിയും ശക്തമാണ്. പാലക്കാട് ജില്ല 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പൂർണ്ണമായും സംരക്ഷിക്കുമെന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ പറയുന്നു. വ്യവസായ മേഖലയുടെ പേരിൽ പാലക്കാട് ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് വഴി വരുന്നതിൻ്റെ പേരിൽ ഇവിടെയുള്ള ഭൂസ്ഥലങ്ങളും തണ്ണീർത്തടങ്ങളും പുഴയും തോടുമെല്ലാം ഭൂമാഫിയകൾ വൻതോതിൽ മണ്ണിട്ട് നികത്തുന്നത് ഇവിടുത്തെ ഭരണാധികാരികളായ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലുള്ള ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെയും വൻതോതിലുള്ള അഴിമതി പണം വാങ്ങിക്കുന്നവരുടെ ഒത്താശയോടുകൂടിയാണ് റിയൽ എസ്റ്റേറ്റ് ഭൂമാഫിയകൾ ഈ കൃഷിസ്ഥലങ്ങളെല്ലാം മണ്ണിട്ട് നികത്തുന്നത്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതും കൃഷി ചെയ്തു വരുന്നതുമായ വയലുകൾ മണ്ണിട്ട് നികത്തുന്നതിനെതിരെ വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവുന്നില്ലെന്ന് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടർ K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSPU പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് K. സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. 2019 പ്രാബല്യത്തിൽ നടപ്പിലാക്കിയ പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശികയുടെ 4-ാം ഗഡു അനുവദിക്കുക, 2019-20 വർഷങ്ങളിലെ ക്ഷാമാശ്വാസത്തിന്റെ കുടിശ്ശികയുടെ 3-4 ഗഡുക്കൾ അനുവദിക്കുക,
2024 ജൂലൈ മുതലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSFPU പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. പ്രതിഷേധ പ്രകടനത്തിൽ M. രാമചന്ദ്രൻ, AP മുരളീധരൻ, MK രാധ, P. സുധാകരൻ, KM ഉണ്ണികൃഷ്ണൻ, AS വിജയൻ, M. രാജേന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്തായി പ്രഖ്യാപിക്കുക ലക്ഷ്യമിട്ട് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി സമഗ്ര സർവേയുടെ ഔപചാരിക ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് K. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് വയോജന സൗഹൃദ സന്ദേശകരണം എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ 941 പഞ്ചായത്തുകൾ നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഏതാണ്ട് 100 പഞ്ചായത്തുകളാണ് ആ ഒരു ലക്ഷ്യത്തോടു കൂടി. അതിൽ തന്നെ ജില്ല മുഴുവനായി ഒരു കേന്ദ്രീകരിച്ച പ്രവർത്തനം നടത്തി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ വയോജന സൗഹൃദ സന്ദേശകരണം എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തനം നടത്തുന്നത്. കില കൺസൾട്ടന്റുമാരായ MG കാളിദാസൻ, CKG സജീവ് എന്നിവർ സർവേ സംബന്ധിച്ച വിശദീകരണം നടത്തി. 3 മാസക്കാലയളവിൽ സർവേ പൂർത്തീകരിക്കുന്നതിനും തുടർന്നു വരുന്ന 6 മാസക്കാലത്തിനുള്ളിൽ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയുമാണ് മുഖ്യ ലക്ഷ്യം. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ഹരിദാസൻ, K. സരള, ഡോക്ടർ മുകേഷ് എന്നിവർ സംസാരിച്ചു. കോളേജ് വിദ്യാർത്ഥികളും വാർഡുകളിലെ ജനപ്രതിനിധികൾ, ആശ, അംഗൻവാടി പ്രവർത്തകർ എന്നിവർ സംയുക്തമായാണ് സർവേ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. കില ഫാക്കൽറ്റി സന്ധ്യ മനുഷ്യാവകാശ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി AK. വിനോദ് സ്വാഗതം പറഞ്ഞു. സർവേ പ്രവർത്തനങ്ങൾ അടുത്ത ആഴ്ചയിൽ ആരംഭിക്കുമെന്നും അതുമായി സഹകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിച്ചു വന്നിരുന്ന റെയിൽവേ മെയിൽ സർവീസ് ഓഫീസ് അടച്ചുപൂട്ടി. ഇതോടെ 30 താൽക്കാലിക ജീവനക്കാർക്ക് ജോലി നഷ്ടമായി. സ്ഥിരം ജീവനക്കാരെ തിരൂർ പാലക്കാട് RMS ഓഫീസുകളിലേക്ക് സ്ഥലം മാറ്റി. കേരളത്തിലെ ആദ്യത്തെ RMS ഓഫീസാണ് ചരിത്രത്തിന്റെ ഭാഗമായത്. രജിസ്റ്റേർഡ് തപാൽ ഉരുപ്പടികൾ സ്പീഡ് തപാൽ ഉരുപ്പടികളുമായി മെർജ് ചെയ്ത് സ്പീഡ് പോസ്റ്റ് ഹബ്ബുകളിലേക്ക് മാറ്റാനുള്ള തപാൽ വകുപ്പിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമായാണ് ഷൊർണൂരിലെ RMS ഓഫീസ് പൂട്ടിയത്. ഷൊർണൂർ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന 55 ജീവനക്കാരെ തിരൂർ, പാലക്കാട്, കോഴിക്കോട് ഡിവിഷനുകളിലേക്ക് സ്ഥലം മാറ്റി. തിരുവനന്തപുരത്തു നിന്ന് എത്തുന്ന ബാഗുകൾ ഇനി ഷൊർണൂരിൽ ഇറക്കുകയും അവിടെ നിന്ന് രാത്രിയിൽ പാലക്കാട്ടേക്ക് കയറ്റിവിടുകയും വേണം. ഇവയെല്ലാം പാലക്കാട്ട് നിന്ന് നടപടികൾ പൂർത്തീകരിച്ച ശേഷം മാത്രമാണ് വീണ്ടും ഷൊർണൂരിലേക്ക് അയക്കുക. ഷൊർണൂർ RMSന് കീഴിൽ 54 പോസ്റ്റ് ഓഫീസാണ് ഉൾപ്പെടുന്നത്. VK ശ്രീകണ്ഠൻ MP, P. മമ്മിക്കുട്ടി MLA തുടങ്ങിയവർ ഷൊർണൂർ RMS ഓഫീസ് നിലനിർത്താൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും ഇത് ഫലം കണ്ടില്ല. ജീവനക്കാരുടെ പ്രക്ഷോഭ പരിപാടികളും വിഫലമായി. നിത്യേന 2500 മുതൽ 3500 വരെ രജിസ്റ്റേർഡ് തപാൽ ഉരുപ്പടികളാണ് ഷൊർണൂർ RMS ഓഫീസിന് കീഴിൽ കൈകാര്യം ചെയ്തിരുന്നത്. 1000ഓളം ബാഗുകളും ട്രാൻസിസ്റ്റ് മെയിൽ ഓഫീസ് മുഖേന ക്രയവിക്രയം നടത്തിയിരുന്നു. മാസത്തിൽ 1 ലക്ഷത്തോളം രൂപ രജിസ്റ്റേർഡ് ബുക്കിംഗ് ഇനത്തിലും തപാൽ വകുപ്പിന് ലഭിച്ചിരുന്നു. 15000ഓളം സെക്കൻഡ് ക്ലാസ് തപാൽ ഉരുപ്പടികളും ഓഫീസിൽ കൈകാര്യം ചെയ്തിരുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ബുക്കിംഗ് കൗണ്ടർ ഓഫീസാണ് അടച്ചുപൂട്ടിയത്. 1950കളിൽ മദ്രാസ് ഡിവിഷന് കീഴിൽ ആരംഭിച്ച ഷൊർണൂരിലെ ഓഫീസ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന RMS ഓഫീസാണ്. ഒരു കാലത്ത് കേരള സർക്കിളിലെ പാഴ്സൽ കോൺസെൻട്രേഷൻ സെൻ്ററായിരുന്നു ഈ ഓഫീസ്. 3000ഓളം പാഴ്സൽ ബാഗും ഉരുപ്പടികളും കൈകാര്യം ചെയ്തിരുന്നു. 10 വർഷം മുമ്പ് തൃശ്ശൂരിൽ പാർസൽ ഹബ്ബ് തുടങ്ങി പാർസൽ ഉരുപ്പടികളുടെ ക്രയവിക്രയം ഇവിടെ നിന്ന് മാറ്റുകയുണ്ടായി. സംസ്ഥാനത്തിനകത്തും രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലേക്കും തപാൽ ഉരുപ്പടികൾ വളരെ വേഗം ട്രെയിനുകളിൽ അയക്കാനുള്ള സൗകര്യമുള്ള ഓഫീസാണ് ഇനി മുതൽ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
ചാണ്ടിയുമ്മന്റെ സാന്നിധ്യം പാലക്കാട് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. നേതൃത്വം അവഗണിച്ചെന്ന ചാണ്ടിയുമ്മന്റെ പരാതി പറയേണ്ടത് നേതൃത്വത്തോടാണെന്നും താൻ നേതൃത്വത്തിന്റെ ഭാഗമല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കൾ തമ്മിൽ ഭിന്നതയില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് പാലക്കാട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വളരെ ഗുണപരമായി തന്നെ പാലക്കാട് ഉണ്ടായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷനിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പരിപാടികളിൽ പങ്കെടുക്കുവാനും ഭവന സന്ദർശനത്തിനൊക്കെ ആയിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഗുണപരമായ സ്വാധീനം, എല്ലാ നേതാക്കന്മാരുടെയും പ്രസൻസ് ഗുണപരമായ സ്വാധീനം ഉണ്ടാക്കിയതുപോലെ തന്നെ ശ്രീ ചാണ്ടിയുമ്മൻ്റെയും ഇവിടുത്തെ സാന്നിധ്യം വളരെ ഗുണപരമായ ഒരു സാന്നിധ്യം. ആ 18,840 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനയുണ്ട്. അല്ല, അതൊരു പൊതുതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ താരതമ്യപ്പെടുത്തുന്നത് ഇപ്പോൾ പുതുപ്പള്ളിയും തൃക്കാക്കരയും ഒക്കെ ആയിട്ടാണ്. പുതുപ്പള്ളിയും തൃക്കാക്കരയും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രത്യേകത പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ പാലക്കാട് ബൈ ഇലക്ഷൻ്റെ പ്രത്യേകത, പാലക്കാട് ബൈ ഇലക്ഷനിൽ നടക്കുന്ന സമയത്ത് തന്നെ വയനാട് ശ്രീമതി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന, അത് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ മത്സരമാണ്. ആദ്യത്തെ മത്സരം എന്ന് പറയുന്ന ഒരു വലിയ മത്സരം അപ്പുറത്ത് നടക്കുന്നു, ചേലക്കരയിൽ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകൾക്കും എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകാൻ കഴിയില്ല. ശ്രീ ചാണ്ടിയുമ്മൻ അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും വളരെ സജീവമായി പോയി. വയനാട്ടിൽ അദ്ദേഹം വളരെ സജീവമായിരുന്നു. അദ്ദേഹം ചേലക്കരയിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിനിടയിൽ തന്നെ മലയാളികളുടെ ചില കൂട്ടായ്മകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ സജീവമായിരുന്നു. അദ്ദേഹം എല്ലാ തിരഞ്ഞെടുപ്പിലും വളരെ സജീവമായിട്ടുള്ള ഒരാളാണല്ലോ ശ്രീ ചാണ്ടിയുമ്മൻ. നക്ഷത്രദീപങ്ങൾ മിഴി തുറന്നു. ക്രിസ്തുമസ് വിപണി സജീവം. നാടെങ്ങും വർണ്ണവിളക്കുകളാൽ സമൃദ്ധമാണ്. വർണ്ണവൈവിധ്യമാർന്ന നക്ഷത്രങ്ങൾ വിപണി കീഴടക്കി കഴിഞ്ഞു. സാധാരണ നക്ഷത്രത്തിൽ തുടങ്ങി പല വിധത്തിലുള്ള ഡിജിറ്റൽ നക്ഷത്രങ്ങൾ വരെ വിപണികളിൽ എത്തിക്കഴിഞ്ഞു. വിവിധ വിൽപ്പനശാലകളിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മുന്നോടിയായി നക്ഷത്രങ്ങളും ക്രിസ്മസ് പാപ്പ വേഷങ്ങളും അനുബന്ധ വസ്തുക്കളുമെല്ലാം എത്തിച്ച് വിൽപ്പനകൾ തകൃതിയായി നടന്നു വരികയാണ്. വർണ്ണവിളക്കുകൾ കൊണ്ടും ക്രിസ്മസ് ട്രീകൾ കൊണ്ടും ഷോപ്പിംഗ് മാളുകളും അണിഞ്ഞൊരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. ജ്വല്ലറികളിലാണിത് കൂടുതലുള്ളത്. വരും ദിവസങ്ങളിൽ ഇവയുടെ വിൽപ്പന കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളെ ഏറെ പ്രതീക്ഷയോടെയാണ് വ്യാപാര മേഖല ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചെറിയ രീതിയിലുള്ള വിലവ്യത്യാസവും വിപണിയിൽ പ്രകടമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെൻഷൻ പരിഷ്കരണവും ക്ഷാമാശ്വാസവും കുടിശ്ശികകളും ആവശ്യപ്പെട്ട് KSSPU ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി കുളപ്പള്ളിയിൽ പ്രകടനവും ധർണയും നടത്തി. ധർണ യൂണിയൻ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് P. ശിവശങ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജൂലൈ മുതലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണത്തിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക. 2019 പ്രാബല്യത്തിൽ നടപ്പാക്കിയ പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശികയുടെ 4ാം ഗഡു അനുവദിക്കുക. 2019-2020 വർഷങ്ങളിലെ ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ 3ഉം 4ഉം ഗഡുക്കൾ ഉടൻ അനുവദിക്കുക. 6 DA ഗഡുക്കൾ അനുവദിക്കുക. PFRDA നിയമം പിൻവലിക്കുക. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക. മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കുക. മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSSPU ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രകടനവും ധർണയും നടത്തിയത്. കുളപ്പുള്ളിയിൽ നടന്ന ധർണ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് P. ശിവശങ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും വളരെ അസുഖങ്ങൾ ബാധിച്ചവരാണ്, രോഗശൈലരാണ്. നമ്മുടെ മക്കൾക്കോ നമ്മുടെ ആശ്രിതർക്കോ നമ്മളെ സേവിക്കാൻ പറ്റാത്ത അവസരമാണ്. ഇത് കിട്ടുകയാണെങ്കിൽ വലിയൊരു ഗുണമായിരിക്കും, വലിയൊരു ലോട്ടറി ആയിരിക്കും. പക്ഷേ ഗവൺമെൻറ് തരണ്ടേ. ഇപ്പോൾ പറയുന്നത് എന്താ, സർക്കാർ പറയുന്നത് എന്താ, പണ്ട് നമ്മൾ പീഡികളിലൊക്കെ കാണാറുണ്ട്, ഇന്ന് റൊക്കം നാളെ കടം, ഇന്ന് റൊക്കം നാളെ കടം. അതിൻ്റെ അർത്ഥം നമുക്ക് അറിഞ്ഞൂടെ? ആ രീതിയാണ് ഇപ്പോൾ ഗവൺമെൻറ് നമ്മളോട് പെരുമാറുന്നത്. അതുകൊണ്ട് ഈ പെൻഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ നിക്ഷിപ്ത അവകാശമാണ്. പെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ സ്വരൂപിച്ച സ്വത്താണ് ഈ പെൻഷൻ. ജില്ലാ കമ്മിറ്റി അംഗം TK ഭാസ്കരൻ, ES കൃഷ്ണൻ, MK മോഹൻദാസ്, K പരമേശ്വരൻ മാസ്റ്റർ, CN ഭവദാസനുണ്ണി മാസ്റ്റർ, K ശങ്കരൻ, സുരേഷ്, അജയകുമാർ, MC ശങ്കരൻ, OK ജേക്കബ്, M രാജലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച KSSPU പാലക്കാട് റൂറൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തി. കോങ്ങാട് ബസ് സ്റ്റാൻഡിനു സമീപം നടന്ന പ്രതിഷേധ പൊതുയോഗം ജില്ലാ ട്രഷറർ KK സതീശൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ പെൻഷൻ മുടങ്ങി, എല്ലാം ഒരു മുടക്കത്തിലേക്ക് എത്തുന്ന രീതിയിൽ
കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകിലം പറയുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഘട്ടത്തിലാണ് നമ്മൾ ഈ ഡിമാൻഡ് നോട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നത്. അതെങ്ങനെയാണ് നമുക്ക് തരാൻ പറ്റുക? മുഖ്യമന്ത്രി നിയമസഭയിലെ ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. റൂൾ 300 പ്രകാരം അവതരിപ്പിച്ചതിൻ്റെ വിശേഷണം പിറ്റേ ദിവസം പത്രത്തിലുണ്ടായിരുന്നു. റൂൾ 300 പ്രകാരം ഒരു മുഖ്യമന്ത്രി ഒരു കാര്യം നിയമസഭയിൽ പറഞ്ഞാൽ പിന്നെ അത് നടപ്പിലാക്കിയിരിക്കണം. അത് നിയമസഭയ്ക്ക് കൊടുക്കുന്ന ഉറപ്പാണ്. അപ്പം അതിനകത്ത് എന്താ പറഞ്ഞത്? ഇത് 4-ാം ഗഡു ശമ്പള പരിഷ്കരണ കുടിശ്ശിക 4-ാം ഗഡു ഉടനെ ഈ കൊല്ലം തന്നെ തരും. 2024 മുതൽ ശമ്പള പെൻഷൻ പരിഷ്കരിക്കുന്നതിനുള്ള നടപടി ആരംഭിക്കുക, കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 4-ാം ഗഡു നൽകുക, മെഡിസെപ്പ് അപാകത പരിഹരിക്കുക, 70 വയസ്സ് കഴിഞ്ഞവർക്ക് അധിക പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. പ്രതിഷേധ ധർണയിൽ കെ പാർത്ഥസാരഥി അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം പി കൃഷ്ണൻകുട്ടി, പി സത്യഭാമ, സംസ്ഥാന കൗൺസിലർ MC വാസുദേവൻ, PR രാജേശ്വരി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി പി കൃഷ്ണദാസ് സ്വാഗതവും യൂണിയൻ സെക്രട്ടറി ദേവഭൂപേന്ദ്രൻ നന്ദിയും പറഞ്ഞു. കോങ്ങാട് GEP സ്കൂളിന് സമീപത്ത് നിന്ന് 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗുപ്തൻ വനിതാ സേവന സമാജം വനിതാ സമ്മേളനം ഡിസംബർ 27-ന് ശ്രീകൃഷ്ണപുരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പ്രിയ അജയന് നൽകിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ലോഗോ പ്രകാശനം നിർവഹിച്ചത്. ഗുപ്തൻ വനിതാ സേവന സമാജം ഉയർത്തുന്ന സമത്വമെന്ന മുദ്രാവാക്യം എല്ലാ കാലത്തും പ്രസക്തമാണെന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശവും സംരക്ഷണവും സമത്വവും സ്വാഭാവികമായി ലഭിക്കേണ്ടതാണ്. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം പിന്നിടുമ്പോഴും സമത്വത്തിനായി പോരാടേണ്ടി വരികയാണെന്നും MLA പറഞ്ഞു. ഡിസംബർ 27-ന് നടക്കുന്ന സമ്മേളനം കഥകളി സംഗീതജ്ഞ മീരാറാം ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ സിന്ധു ടീച്ചർ, രക്ഷാധികാരി വിജയലക്ഷ്മി ടീച്ചർ, ലോഗോ ഡിസൈനർ രഞ്ജിത്ത് കൃഷ്ണ, കൺവീനർ ഹരിപ്രഭ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഴിഞ്ഞ ദിവസം മണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തി. മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പൂർണ്ണ സംരക്ഷണമൊരുക്കുമെന്നും മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മർദ്ദനത്തിൽ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ 2 പേർ ചികിത്സയിലാണ്. മണ്ണൂരിലെ സംഘടനാ ചുമതല മറ്റാർക്കും തീരെഴുതി നൽകിയിട്ടില്ലെന്നും ഔദ്യോഗിക പാർട്ടി ചുമതല മണ്ഡലം പ്രസിഡന്റിന് മാത്രമാണെന്നും ചിലർ അതിക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ അത് ജില്ലാ നേതൃത്വത്തിനെ അറിയിച്ചിട്ടുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പൂർണ്ണ സംരക്ഷണം നൽകുമെന്നും മണ്ഡലം കോൺഗ്രസ് വ്യക്തമാക്കി. ഇവിടെ വേറെ രാഷ്ട്രീയ പാർട്ടിക്ക് ആളെ ഉണ്ടാക്കുന്ന ഒരു കൊട്ടേഷൻ സംഘമായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തകരെ അടർത്തി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വിടുന്ന ഒരു നേതാവായി മാറുകയാണോ എന്ന് മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ആശങ്കയുണ്ട്. ആ ആശങ്ക തീർക്കാനുള്ള ഇതുമായി നമ്മൾ ജില്ലാ കമ്മിറ്റിയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് നമുക്ക് കുട്ടികളെയാണ് ആവശ്യം. അതായത് ജനാധിപത്യ മതേതരം വിശ്വസിക്കുന്ന മണ്ണൂരിലെ കുട്ടികളെ നമ്മളോട് കൂട്ടിച്ചേർക്കുകയും ഒരു പഞ്ചായത്ത് അംഗത്തിൻ്റെ വൃത്തിഹീനമായ ഈ പ്രവൃത്തി നമുക്ക് ജില്ലാ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിനുള്ള പരിഹാരം ജില്ലാ കമ്മിറ്റി ചെയ്തോളാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം മണ്ഡലം കമ്മിറ്റിയോ അല്ലെങ്കിൽ ഭാരവാഹിത്വമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ ഇന്റർനാഷണൽ കോൺഗ്രസിൽ ഭാരവാഹിത്വമുള്ള ഒരു അംഗം ഒരു ഇതും പഞ്ചായത്ത് അംഗത്തിനില്ല. അക്രമത്തിന് കൂട്ടുനിൽക്കുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രവർത്തകർ അറിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് PK അശുജിത്ത്, PA സക്കറിയ, M ശിവപ്രകാശ്, VK സത്യകുമാർ, PK പ്രമേഷ്, VM അബൂബക്കർ സിദ്ദീഖ്, TC കനകൻ, NA അബൂ താഹിർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാത്തൂർ, ആനിക്കോട് മേഖലകളിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച മോഷണം വ്യാപകമാകുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ മോഷണം നടന്നത് പ്രദേശത്തെ 4ഓളം ക്ഷേത്രങ്ങളിൽ. പഞ്ചായത്തിലെ മാത്തൂർ, മന്നംപുള്ളി, ആനിക്കോട് പ്രദേശങ്ങളിലാണ് ക്ഷേത്രങ്ങളിൽ മോഷണം വ്യാപകമാകുന്നത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പാലപ്പറ്റക്കാവിൽ തിങ്കളാഴ്ചയാണ് മോഷണം നടന്നത്. തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രത്തിലെ പൂജ കഴിഞ്ഞ് ക്ഷേത്രം മേൽശാന്തി കേശവൻ എമ്പ്രാന്തിരിയും ക്ഷേത്രം ക്ലർക്ക് സുജിത്തും 10:30 ഓഫീസ് റൂം പൂട്ടി വീട്ടിലേക്ക് പോയി.
ഉച്ചയോടെ ക്ഷേത്രം ക്ലർക്ക് സുജിത് ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന മാത്തൂർ പഞ്ചായത്ത് തല കേരളോത്സവത്തിന്റെ ഭാഗമായി കായികമേള കാണാൻ പോകുന്നതിനിടെ ഇറങ്ങി നോക്കിയപ്പോഴാണ് ക്ഷേത്രം ഓഫീസിന്റെ പൂട്ട് തകർത്ത വിവരം അറിയുന്നത്. തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ക്ഷേത്രം ഓഫീസിലെയും ക്ഷേത്ര കോമ്പൗണ്ടിനകത്തെയും ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവർന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ കൊട്ടായ പോലീസിൽ പരാതി നൽകി. കൂടാതെ ക്ഷേത്രത്തിനകത്തെ ഉപദൈവ പ്രതിഷ്ഠ തകർത്ത നിലയിലുമാണെന്ന് ക്ഷേത്രം ക്ലർക്ക് സുജിത് പറഞ്ഞു. 2 ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവർന്നിട്ടുണ്ടെന്നും സാധാരണ ക്ഷേത്ര കോമ്പൗണ്ടിനകത്തെ ഭണ്ഡാരം മാസാമാസം തുറന്നാൽ 15,000 രൂപയോളം ലഭിക്കാറുണ്ടെന്നും മണ്ഡലമാസമായതിനാൽ ഇത്തവണ സംഖ്യ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. ഒരാഴ്ചയ്ക്കിടെ 4 ക്ഷേത്രങ്ങളിൽ പട്ടാപ്പകൽ മോഷണം നടന്നിട്ടും മോഷ്ടാക്കളെക്കുറിച്ച് പ്രാഥമികമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്ന് കാവൽ ഭഗവതി ക്ഷേത്രം ചെയർമാൻ പ്രകാശനും എക്സിക്യൂട്ടീവ് അംഗം പ്രേമചന്ദ്രൻ മാസ്റ്ററും ആവശ്യപ്പെട്ടു. ഞങ്ങൾ വിളിച്ച് പറഞ്ഞ ഉടനെ അപ്പം തന്നെ സ്റ്റേഷനിൽ SI അവർ വന്നായിരുന്നു. ഞങ്ങൾ അപ്പം തന്നെ സ്റ്റേഷനിൽ പോയി കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ സ്പീഡാക്കിയിട്ട് പ്രത്യാഘാതം വളരെ ഗൗരവമാണ്. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ആ രീതിയിൽ അന്വേഷിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് ലാഘവത്തോടെ വിട്ട് തള്ളേണ്ട കേസല്ല. അതിന് മുമ്പ് പലതും പരാതി കൊടുത്തു. അത് പിന്നെ അന്വേഷണം വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഒരാളെ പിടിച്ചതായിട്ട് നമുക്ക് അറിവില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടായി. റോഡ് നിർമ്മാണത്തിനായി പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചില്ല. സ്വന്തം ചെലവിൽ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമിട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം. മണ്ണൂർ കോഴിച്ചുണ്ട ഇരഞ്ഞിയിൽ റോഡാണ് 3.5 ലക്ഷം രൂപ ചെലവിൽ ഗ്രാമപഞ്ചായത്ത് അംഗം അൻവർ സാദിഖിന്റെ നേതൃത്വത്തിൽ നവീകരിക്കുന്നത്. പതിറ്റാണ്ടുകളായി ചെളി നിറഞ്ഞ ഈ റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമായിരുന്നു. നിരവധി തവണയായി റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്കായി പഞ്ചായത്തിൽ നിന്നും MLA ഫണ്ടിൽ നിന്നും തുക ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടിയായില്ലെന്ന് VM അൻവർ സാദിഖ് പറഞ്ഞു. മണ്ണൂർ കോഴിച്ചുണ്ടയിൽ നിന്നും 110 kV വങ്കര വഴി 1-ാം മൈൽ പ്രദേശങ്ങളിലേക്ക് എത്താനുള്ള പ്രധാന പാത കൂടിയാണിത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രദേശത്തുകാരുടെ പ്രധാന ആവശ്യമായിരുന്നു വിജയിച്ചാൽ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്തണമെന്നുള്ളത്. ഇതേ തുടർന്നാണ് 200 മീറ്റർ റോഡ് നവീകരിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം 9 ലോഡ് കോറി വേസ്റ്റ് എത്തിച്ച് സ്ഥലം നിരപ്പാക്കിയിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ മെറ്റലിട്ട് ഗതാഗത യോഗ്യമാക്കാനാണ് തീരുമാനം. മാർച്ചിനകം ടാറിട്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കി നൽകുമെന്ന് VM അൻവർ സാദിഖ് പറഞ്ഞു. ഈ മഴയുടെ ഇതെല്ലാം കഴിഞ്ഞ് മാർച്ചോടുകൂടി ഇത് ടാറിങ്ങും ചെയ്ത് ഈ എരഞ്ഞിൽ റോഡ് പൂർത്തീകരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നുള്ളത് കർത്തവ്യമാണ് എന്ന നിലയിൽ തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏത് കാര്യങ്ങളും ജനങ്ങൾ പറയുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ള നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി തന്നെയാണ് ഇവിടെയും അവലംബിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഗുരുവായൂരിൽ ഗജരാജൻ ഗുരുവായൂർ കേശവൻ അനുസ്മരണം നടന്നു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. രാവിലെ 6:30 തിരുവെങ്കടത്തു നിന്നും ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ഛായാചിത്രവും വഹിച്ചുകൊണ്ടുള്ള ഗജഘോഷയാത്ര ആരംഭിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള നിശ്ചിത അകലം പാലിച്ച് ദേവസ്വത്തിലെ 5 ആനകളാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത്. ഘോഷയാത്ര ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിലെത്തി കേശവൻ പ്രതിമയ്ക്ക് മുന്നിൽ സ്മരണാഞ്ജലി അർപ്പിച്ചു. ദേവസ്വം കൊമ്പൻ ഇന്ദ്രസനാണ് ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ഛായാചിത്രം ശിരസിലേറ്റിയത്. കൊമ്പൻ ബൽറാം ഗുരുവായൂരപ്പന്റെ ചിത്രവും കൊമ്പൻ വിഷ്ണു ഭഗവതിയുടെ ചിത്രവും ശിരസേറ്റി. ശ്രീവത്സത്തിനു മുന്നിൽ ദേവസ്വമാനകളായ അക്ഷയ കൃഷ്ണൻ, ഗോപികൃഷ്ണൻ, വിനായകൻ, പീതാംബരൻ, ദേവി എന്നിവർ നേരത്തെ എത്തി കേശവന് ശ്രദ്ധാഞ്ജലി നേരാൻ അണിനിരന്നിരുന്നു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പുഷ്പചക്രം സമർപ്പിച്ചു. ഭരണസമിതി അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ MCB സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതിനുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ സ്കൂളുകൾ ഗവൺമെൻറ് തലത്തിൽ ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റ് തലത്തിലും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ നല്ല ഇടപെടലോടുകൂടി മാനേജ്മെൻറ്റിനെ ശക്തമാക്കണം. എന്നിട്ട് കുട്ടികൾക്ക് സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയണം. അപ്പോൾ അതിനൊക്കെ കാരണമാകണമെങ്കിൽ എന്തുണ്ടാവണം? നിങ്ങൾ നന്നായി പഠിക്കണം. പഠിക്കൽ മാത്രമല്ല, അതോടൊപ്പം തന്നെ അത് പ്രകടിപ്പിക്കണം. ആ പഠിച്ച നല്ല മാർക്ക് വാങ്ങിയതും നല്ല മിടുക്കരാണെന്ന് പറയണമെങ്കിൽ മത്സരങ്ങളിൽ പങ്കെടുക്കണം. വിജയോത്സവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സാനിത അധ്യക്ഷയായി. വിദ്യാർത്ഥികൾക്കൊരുക്കിയ ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ട ശേഷം സ്കൂൾ മാനേജറെയും PTA-യും അധ്യാപകരെയും MLA അഭിനന്ദിച്ചു.
വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയിച്ച 100-ലേറെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ MLA ഉപഹാരം നൽകി ആദരിച്ചു. വാർഡംഗം ആർ സുനിത, മാനേജർ മുഹമ്മദ് അഷ്റഫ്, പറളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു, PT പ്രസിഡന്റ് P ബാബു, P സിന്ധു എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക L സവിത സ്വാഗതവും PP റിയാസ് നന്ദിയും പറഞ്ഞു. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ഭാഗമായി ട്രെയിനുകളിൽ പോലീസ് പരിശോധന ശക്തം. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഗോരഖ്പൂർ കൊച്ചുവേളി എക്സ്പ്രസിന്റെ ശുചിമുറിയിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 5.2 കിലോ കഞ്ചാവ് കണ്ടെത്തി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശദമായ പരിശോധന തുടരുന്നു. EDയുടെ നേതൃത്വത്തിൽ ശേഖരിക്കുന്നത് ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവർ എടുത്ത ലോണിന്റെ വിശദാംശങ്ങൾ. മാത്തൂർ മേഖലയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം വ്യാപകം. ഉത്സവാഘോഷങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം നടത്തിയത് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ. ഉപവാസ സമരം സംഘടിപ്പിച്ചത് തൃശൂർ പൂരപ്രേമി സംഘം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മാർഗനിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ഉത്സവാഘോഷ കമ്മിറ്റി. അധ്യാപകരെ തെരുവിലിറക്കേണ്ടി വന്നത് ഇടതു സർക്കാരിന്റെ ഭരണപരാജയമെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTAയുടെ നേതൃത്വത്തിൽ പാലക്കാട് DDE ഓഫീസ് മാർച്ച്. പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSPU. യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പ്രകടനവും ധർണയും. ക്ഷാമാശ്വാസം അനുവദിക്കണമെന്നും കുടിശ്ശികകൾ ലഭ്യമാക്കണമെന്നും യൂണിയൻ ഭാരവാഹികൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ വ്യാവസായിക പാർക്കിനായി കഞ്ചിക്കോട് നടപടി ആരംഭിച്ചതിന്റെ മറപറ്റി മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ പിടിമുറുക്കുന്നതായി പരാതി. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതും കൃഷി ചെയ്തുവരുന്നതുമായ വയലുകൾ മണ്ണിട്ട് നികത്തുന്നതിനെതിരെ സർക്കാർ നടപടി എടുത്തില്ലെന്ന് ആക്ഷേപം. ചാണ്ടി ഉമ്മന്റെ സാന്നിധ്യം പാലക്കാട് ഗുണം ചെയ്തെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. അവഗണന നേരിട്ടെന്ന ചാണ്ടി ഉമ്മന്റെ പരാതി പറയേണ്ടത് നേതൃത്വത്തോടെന്നും കോൺഗ്രസിലെ നേതാക്കൾ തമ്മിൽ ഭിന്നതയില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. മണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനം, അക്രമികൾക്കെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസ്. ഷൊർണൂർ RMS ഓഫീസ് ഇനി ചരിത്രം. അടച്ചുപൂട്ടിയത് റെയിൽ നഗരിയിലെ ഏറ്റവും പഴക്കമുള്ള ഓഫീസുകളിലൊന്ന്. 30 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. സ്ഥിരം ജീവനക്കാരെ തിരൂർ, കോഴിക്കോട്, പാലക്കാട് ഓഫീസുകളിലേക്ക് സ്ഥലം മാറ്റി. ക്രിസ്മസിനെ വരവേറ്റ് വിപണി സജ്ജം. ജിംഗിൾ ബെൽസ് മുഴക്കി വിപണിയിൽ നക്ഷത്ര ദീപങ്ങൾ. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കായുള്ള മുന്നൊരുക്കങ്ങളുമായി നാട്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.